Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 3 ടോപ്പിക്സിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം SAക്ക് വരാറുള്ളതാണ്. 3 ടോപ്പിക്സ് ഉണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ആണ്. സോ ലീഡർഷിപ്പ് എന്താണ്, അതിൻ്റെ തിയറീസ്, അതൊരു ടോപ്പിക്ക്. ലീഡർഷിപ്പ് തിയറീസ്, അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ, അതൊരു ടോപ്പിക്. ലീഡർഷിപ്പ് ആണ് ഫസ്റ്റ് സജഷൻ. രണ്ടാമത് വരുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റോൾ ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് നോക്കി വയ്ക്കുക കേട്ടോ. ബാരിയേഴ്സ് ഉണ്ട്. ഇത് രണ്ടാമത്തെ ടോപ്പിക്ക്. മൂന്നാമത്തെ ടോപ്പിക്ക് മോട്ടിവേഷൻ തിയറീസ്. എല്ലാ പ്രാവശ്യവും ഈ 3 ടോപ്പിക്സിലെ ഏതെങ്കിലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് SAക്ക് വരാറുണ്ട്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ വരാറുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ച് ഇതിൽ നിന്ന് ഒരെണ്ണം പ്രതീക്ഷിക്കാൻ നിർബന്ധമായും ഈ 3 ടോപ്പിക്സ് പഠിച്ചു വയ്ക്കണം. ലീഡർഷിപ്പിൻ്റെ തിയറീസ് ആവാം, കമ്മ്യൂണിക്കേഷൻ്റെ റോൾ അല്ലെങ്കിൽ ബാരിയേഴ്സ് ആവാം, മോട്ടിവേഷൻ തിയറീസ് ആവാം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് നമ്പർ 1. നമ്പർ 2, രണ്ടാമതായിട്ട് മിക്ക പേപ്പറിലും മാറി വരാറുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഗ്രൂപ്പിനെ പറ്റിയിട്ട്. എന്താണ് ഗ്രൂപ്പ്? നിർബന്ധമായും പഠിക്കുക. അതിൽ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ചോദിക്കാം. ഗ്രൂപ്പിൻ്റെ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയറിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ അതിൻ്റെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടല്ലോ, അതും ചോദിക്കാറുണ്ട്, സ്റ്റേജസ്. അപ്പോൾ ഗ്രൂപ്പ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗ്രൂപ്പ് ബിഹേവിയർ. അതിൻ്റെ സ്റ്റേജസ് അതും നോക്കി വയ്ക്കണം കേട്ടോ, നിർബന്ധമായും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കാണ് ലേണിംഗ്. എന്താണ് ലേണിംഗ്? അതിൻ്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്. സോ അതാണ് മറ്റൊരു SA ടോപ്പിക്ക് കണ്ടുവരുന്നത്. നിർബന്ധമായും പഠിക്കുക. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടോപ്പിക്ക് പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്, വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കണം. പ്ലാനിങ് എന്താണ്, ദെൻ അതിൻ്റെ പേർപ്പസും പ്രോസസ്സും. അതിൻ്റെ പേർപ്പസും വന്നിട്ടുള്ളതാണ് കേട്ടോ, ആൻഡ് പ്രോസസ്സും. ദെൻ നെക്സ്റ്റ് ടീം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിലോട്ട് പോണേക്കാൾ മുമ്പ് OD, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, OD ഇൻ്റർവെൻഷൻ. OD SAക്ക് വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ. എന്താണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ, എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുള്ളതാണ്. അത് മറ്റൊരു സജഷൻ.
ദെൻ പിന്നെ നമുക്ക് ടീം മാനേജ്മെൻറ്റിന് ഞാൻ പറഞ്ഞു സ്റ്റെപ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ടീം മാനേജ്മെൻറ്റ് എന്താണ്, ടീം മാനേജ്മെൻറ്റ് എന്താണ്, സ്റ്റെപ്സ് ആൻഡ് ഇഷ്യൂസ്, അതിൽ സ്റ്റെപ്സ് ആൻഡ് ഇഷ്യൂസ് മറ്റൊരു ടോപ്പിക്ക്. ലാസ്റ്റ് ഒരു സജഷനും കൂടി തരാനുള്ളത്, അത് നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ഫസ്റ്റ് ബേസിക്സ് ഇല്ലേ, അതിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, വാരിയസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാരിയസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ബേസിക്സ് ആണ്. അപ്പോൾ നമുക്ക് 4 essay ആണ്, അതിൽ 2 എഴുതിയാൽ മതി. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്, അതിൽ മെയിനായിട്ട് വിട്ടുപോയ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അതും കൂടിയും പറയാം. പേഴ്സണാലിറ്റി, അതിൽ ഡിറ്റർമിനൻസ്, അതിൻ്റെ ഡിറ്റർമിനൻസ് നിർബന്ധമായും പഠിക്കാം. അപ്പോൾ ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയർ, ദെൻ ലേണിങ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, പ്രോസസ്സ്, പ്ലാനിങ്, പർപ്പസ്, പ്രോസസ്സ്, OD, ദെൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ, അതിൻ്റെ സ്റ്റെപ്സ്, ടീമിനെ പറ്റിയിട്ട് ടീം മാനേജ്മെൻറ്റ്, ദെൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തൊട്ട് പേഴ്സണാലിറ്റി എന്താണ്, പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ SAക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 4 essay ആണ്, അതിൽ 2 കിട്ടും. ഓക്കെ, ചിലപ്പോൾ 4 ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് SAക്കുള്ള സജഷൻസ്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ താമര പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.